ഇന്ന് നമ്മുടെ വയൽ വരമ്പുകളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അടയ്ക്കാമണിയൻ എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം. വയലുകളിലും വയൽ വരമ്പുകളിലും ഇത് ധാരാളമായി വളരുന്നു. സ്ഫെറാന്തസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ആസ്റ്ററേസിയേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നു. തണ്ടുകൾ രോമിലമാണ്. ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. പൂക്കൾ വയലറ്റ് നിറത്തിൽ ഒരു സ്പോഞ്ച് പന്ത് പോലെ കാണപ്പെടുന്നു. ഹപുഷ, മുണ്ട, ഭിക്ഷു, ശ്രാവണി തുടങ്ങിയവ ഇതിൻ്റെ സംസ്കൃത പര്യായങ്ങളാണ്. ഹിന്ദിയിൽ ഘോരക് മുണ്ടി എന്നറിയപ്പെടുന്നു. ആയുർവേദത്തിൽ ഹപുഷ എന്ന പേരിൽ ഒന്നിലേറെ സസ്യങ്ങളെയാണ് എടുത്തുവരുന്നത്. കേരളത്തിൽ അടയ്ക്കാമണിയനും ഉത്തരേന്ത്യയിൽ ജൂനിപ്പറസ് കമ്മ്യൂണിസ് എന്ന ചെറുവൃക്ഷവുമാണ് ഹപുഷയായി ഉപയോഗിക്കുന്നത്. ഇത് കഫവാത രോഗങ്ങളെ ശമിപ്പിക്കുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുകയും രക്തശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു. സിഫിലിസ് എന്ന അസുഖത്തിലുണ്ടാകുന്ന നാഡീദൗർബല്യം വിട്ടുമാറുന്നതിന് അടയ്ക്കാമണിയൻ്റെ ഇല തണലിൽ ഉണക്കിപ്പൊടിച്ച് 3 മുതൽ 6 ഗ്രാം വരെ ഒരു മാസക്കാലം സേവിക്കുന്ന പതിവുണ്ട്. രക്താർശസ്, സ്ത്രീകളിലെ രക്തസ്രാവം എന്നിവയിൽ അടയ്ക്കാമണിയൻ്റെ വേര് 3 ഗ്രാം വീതം മോരിൽ അരച്ച് 2-3 ദിവസം സേവിക്കുന്നത് ഫലപ്രദമാണ്. രക്തദുഷ്ടിയിൽ അടയ്ക്കാമണിയൻ്റെ പൂവ് തണലിൽ ഉണക്കിപ്പൊടിച്ച് 3 ഗ്രാം വീതം 2 നേരം സേവിക്കുന്നത് ഫലപ്രദമാണ്. അടയ്ക്കാമണിയൻ കൊണ്ടുണ്ടാക്കുന്ന ക്ഷാരത്തിന് പിത്താശയ കല്ലുകളെ ഇല്ലാതാക്കുന്നതിനുള്ള കഴിവുണ്ട്. പഞ്ചജീരക ഗുഡം, സുകുമാരം കഷായം, കുമാര്യാസവം, ധാന്വന്തരം ഘൃതം എന്നിവയിലെ ഒരു പ്രധാന ചേരുവയാണ് ഹപുഷ. അടയ്ക്കാമണിയനിൽ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടെർപിനോയിഡ്സ് തുടങ്ങി വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവയാണ് അതിൻ്റെ രോഗശമന ശക്തിക്ക് കാരണമാകുന്നത്. മുറിവുണക്കൽ, ബാക്ടീരിയകൾക്കെതിരെയുള്ള പ്രവർത്തനം, കരളിൻ്റെ സംരക്ഷണം, വേദനാസംഹാരി എന്നീ നിലകളിൽ അടയ്ക്കാമണിയൻ ഫലപ്രദമാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. അടയ്ക്കാമണിയൻ്റെ പല പ്രയോഗങ്ങളും ഇവിടെ സൂചിപ്പിച്ചുവെങ്കിലും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ സേവിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.